ഇന്നത്തെ IPL മത്സരത്തിൽ ചെന്നൈയും RCBയുമാണ് നേർക്കുനേർ വന്നത്. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. അപ്പോൾ ഈ ഒരു കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ബാംഗ്ലൂർ ആയിരുന്നു. മികച്ചൊരു തുടക്കമായിരുന്നു അവർക്ക് ലഭിച്ചത്. RCBയുടെ വിക്കറ്റ് നേടാൻ കഷ്ടപ്പെടുന്ന CSK ടീമിനെയാണ് നമ്മൾ ഇന്ന് കളിക്കളത്തിൽ കണ്ടത്. RCBയുടെ ഓപ്പണേഴ്സായ ജേക്കബും കോഹ്ലിയും കൂടി അടിച്ചു നിരപ്പാക്കി 97 റൺസിലാണ് RCBയുടെ ആദ്യത്തെ വിക്കറ്റ് പോയത്. കോഹ്ലി ഇന്ന് 62 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പണേഴ്സ് രണ്ടുപേരും 50 അടിച്ചു. പിന്നീട് വന്നത് ദേവദത്ത് പടിക്കലായിരുന്നു. പടിക്കലും രജിത് പരിഡാറും പെട്ടെന്ന് ഔട്ടായി മടങ്ങി. പിന്നീട് അവസാനം അടിച്ചു കളിച്ചത് റൊമേരിയോ ഷിപ്പേർഡ് ആയിരുന്നു. താരം ഇന്ന് മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അവസാനം വെറും 14 ബോളിൽ നിന്നാണ് 50 റൺസ് താരം അടിച്ചുകൂട്ടിയത്. IPLൽ വേഗത്തിലേറെ 50 റൊമേരിയോ ഷിപ്പേർഡ് ഇന്ന് അടിച്ചുകൂട്ടിയത്. അതുകൊണ്ടാണ് RCBക്ക് ഇന്ന് കൂറ്റൻ ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. RCB ഇന്ന് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 213 റൺസാണ് അടിച്ചുകൂട്ടിയത്. CSK ടീമിനെ അപേക്ഷിച്ച് കൂറ്റൻ ടാർഗറ്റ് ആയിരുന്നു. പിന്നീട് ചെന്നൈ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ചെന്നൈക്ക് വേണ്ടി ഓപ്പണിംഗിൽ ആയുഷ് മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. RCBക്ക് ആയുഷ് കണക്കിന് കൊടുത്തു. ആയുഷിന്റെ വിക്കറ്റ് നേടാൻ RCB കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഗ്രൗണ്ടിന്റെ 4 ഭാഗത്തേക്കും ആയുഷ് സിക്സറുകൾ പായിക്കാൻ തുടങ്ങി. പിന്നീട് CSK ടീമിന്റെ പ്രതീക്ഷ സാം കറനിലായിരുന്നു. കഴിഞ്ഞ കളി സാം മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. പക്ഷേ ഇന്ന് താരം 5 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. ഇത് ചെന്നൈക്ക് തിരിച്ചടിയായിരുന്നു. എങ്കിലും കളി വിട്ടുകൊടുക്കാൻ CSK ഒരുക്കമല്ലായിരുന്നു. പിന്നീട് ജഡേജയാണ് ക്രീസിലെത്തിയത്. ജഡേജ വന്നതും വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചു. ആയുഷും ജഡേജയും കൂടി CSK ടീമിനെ മുന്നോട്ട് നയിച്ചു. സാധാരണ ജഡേജ ഫോം ആകാറില്ല. എന്നാൽ ഇന്ന് CSK ടീമിന് വേണ്ടി ജഡേജ മിന്നുന്ന ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. ഈ ഒരു കുട്ടിയോട് പൊളിക്കാൻ RCB ഒരുപാട് ശ്രമിച്ചു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.